എല്ലാവർക്കും മിനീസ് ഫുഡ് ഹഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഓണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിഭവമായ പുളിയിഞ്ചി അഥവാ ഇഞ്ചിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇഞ്ചിക്കറിക്ക് ആവശ്യമായ ഇഞ്ചി വറുത്തെടുക്കാൻ വേണ്ടി നമുക്കിവിടെ ഇതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 250 ഗ്രാം ഇഞ്ചിയാണ് നമ്മളിതിലേക്ക് ആവശ്യമായിട്ടെടുത്തത്. വളരെ സ്ലൈസായിട്ടാണ് അരിഞ്ഞത്. അപ്പോൾ എല്ലാം ഒരേപോലെ നമുക്കിത് റോസ്റ്റഡായിട്ട് കിട്ടും. ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കാം. ഇഞ്ചി ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ മുളക് പൊടി കൂടെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇരുന്നൂറ് ഗ്രാം വാളംപുളി ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഇതിനു വേണ്ടി എടുത്തത്. 1/2 ലിറ്റർ വെള്ളത്തിലാണ് നമ്മളിത് പിഴിഞ്ഞെടുത്തേക്കുന്നത്. പുളി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ ഇഞ്ചി റോസ്റ്റ് ചെയ്ത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടുകൂടെ നമുക്ക് ഈ ശർക്കരപ്പാനിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഉരുക്കി പാനിയാക്കി എടുത്തതാണ്. 100 ഗ്രാം ശർക്കര ഉരുക്കിയ പാനിയാണ്. ഇതിൻ്റെ കല്ലെല്ലാം മാറ്റി എടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ ശർക്കരയായിട്ടാണെങ്കിൽ അത് ഉരുക്കി എടുത്താലും മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാകും. നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അരമണിക്കൂർ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ്. നമുക്കിതൊന്ന് നന്നായിട്ട് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കാനായിട്ട് നമുക്കല്പം 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒപ്പം ഈ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻ്റ് അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.